അപ്പോൾ നമ്മളുടെ ഈ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ മൈൽസ് പോയിന്റ്സ് ഇതെല്ലാം ഈ യാത്രയിൽ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ടിക്കറ്റ്സ് അൽമാട്ടി ഡേ 1 ഞങ്ങളുടെ എക്സ്പെൻസ് ആണ്. പക്ഷേ ഒരു ട്രിപ്പ് വരുമ്പോൾ നമുക്ക് ഫിനാൻസ്, അതായത് നമ്മളുടെ കാശ് മുടക്കുന്നത് എങ്ങനെ, എത്രയൊക്കെ വരും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും A to Z എല്ലാ കാര്യങ്ങളും, ഭക്ഷണത്തിന് എത്രയാവും, എന്തൊക്കെയാണ് ശരിക്കുള്ള ചിലവ്, പിന്നെ ഹിഡൻ ചാർജ്, പിന്നെ സ്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് വരും. ലോഞ്ചിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. കുടിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണം എന്നുണ്ടെങ്കിൽ 2 ഔട്ട്ലെറ്റ് ഉള്ളൂ. ആൽക്കഹോളിക് ബീവറേജസിന് അങ്ങനെ 2 എണ്ണം അങ്ങനെയുള്ള ഒരു കണ്ടീഷനൊന്നുമല്ല, ഇവിടെ അൺലിമിറ്റഡ് ആണ്. 93.79 എന്ന് പറയുന്നത് വലിയ റേറ്റ് അല്ലേ. ഐശ്വര്യമായി 6000 രൂപ സിമ്മിനോട് കാണും. ഒട്ടും നമുക്ക് യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകെ പെട്ടു. അതായത് 2 പേർക്ക് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്രയും സ്ഥലമുള്ളൂ, ഇങ്ങനൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ. നെറ്റിൽ നോക്കുമല്ലോ, നമ്മൾ എക്സി ആപ്പിലൊക്കെ നോക്കുന്ന അതേ റേറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. കാര്യങ്ങളെല്ലാം വാട്സപ്പിലൂടെ അറിയിച്ചതാണ്, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ കാരണം ഇയാൾക്കത് മനസ്സിലായില്ല. ഞങ്ങളുടെ റൂം വേറെ ആർക്ക് കൊടുത്തു. നമസ്കാരം. കൊച്ചിൻ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ലോഞ്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന യാത്ര കസാഖിസ്ഥാൻ ആൻഡ് ഉസ്ബെക്കിസ്ഥാനാണ്. അപ്പോൾ 14 ദിവസം കൊണ്ടാണ് ഈ 2 രാജ്യങ്ങൾ ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കസാഖിസ്ഥാൻ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ ഈ യാത്ര പ്ലാൻ ചെയ്തതിന് മുമ്പ്, നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഫ്ലൈറ്റ് ടിക്കറ്റാണ്. അതുകൂടാതെ ഉസ്ബെക്കിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ, പിന്നെ കസാഖിസ്ഥാൻ ടു ഉസ്ബെക്കിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിലാണ് നമ്മുടെ ബോർഡർ ക്രോസിംഗ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടിക്കറ്റ്, കുറേ കാര്യങ്ങളല്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വ്ളോഗ് കാണുക. അപ്പോൾ നമ്മളുടെ ഈ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ മൈൽസ് പോയിന്റ്സ് ഇതെല്ലാം ഈ യാത്രയിൽ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ടിക്കറ്റ്സ് എയർ ഇന്ത്യയുടെ ഇവിടെ നിന്ന് ഡൊമസ്റ്റിക് കൊച്ചി ടു ഡൽഹി ആദ്യം പോയി, അവിടെ നിന്ന് ഡൽഹി ടു അൽമാട്ടിയാണ്, പിന്നെ തിരിച്ച് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ അപ്പ് ആൻഡ് ഡൗൺ ഡൽഹി ഫ്ലൈറ്റ്സ് എന്ന് പറയുന്നത് വിസ്താര കോബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടായിരുന്നു. ആക്സിസിനുണ്ടായിരുന്നു, അതുകൂടാതെ SBIക്ക് ഉണ്ട്, IDFCക്ക് ഉണ്ട്, ഇൻഡസിൻഡിനും ഉണ്ട്. അപ്പോൾ വിസ്താര കോബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്സിന് അവർ ഇത്ര നാൾ കൊടുത്തുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ അത് പുതിയ കാർഡ്സിന് കിട്ടില്ല, അത് ഓൾറെഡി ഡിസ്കണ്ടിന്യൂഡ് ആയി, വിസ്താര എയർദിയായിട്ട് മെർജ് ആയി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിന് നമുക്ക് കിട്ടിയിരുന്നതെല്ലാം ഒരു പ്രീമിയം എക്കോണമി അല്ലെങ്കിൽ നോർമൽ എക്കോണമി ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആയിരുന്നു. നമുക്കതിൻ്റെ ഒരു ടാക്സ് ആയിട്ടുള്ള 600 അല്ലെങ്കിൽ 800 രൂപ അതിൻ്റെ ഇടയിലേക്കുള്ള ടാക്സ് മാത്രം പേ ചെയ്താൽ മതിയാവുള്ളൂ. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ബെനിഫിറ്റാണ് ഞങ്ങളുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽമാട്ടിയിലേക്കുള്ളത് എയർ അസ്റ്റാനയും ഒരു എയർ ഇന്ത്യ പോലെ തന്നെ ഒരു ഫുൾ സർവീസ് ഫ്ലൈറ്റാണ്. അപ്പോൾ ഈ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അൽമാട്ടിയിലെത്തിയിട്ട് അൽമാട്ടി ടു ടാഷ്കൻഡ് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാൻ്റെ ആ ടാഷ്കൻഡിലേക്കുള്ള യാത്ര ട്രെയിനിലാണ്. അതായത് ട്രെയിനിലാണ് ബോർഡർ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു 14 ദിവസത്തെ ട്രിപ്പാണ്. ഡൽഹി ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റാണ് കുറച്ച് മുമ്പ് കേട്ടത്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് അൽമാട്ടിയിൽ നിന്ന് ടാഷ്കൻഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. Thank you. കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഞങ്ങളൊരു 7:30 ഒക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് വെളുപ്പിന് 1:10 എയർ ആസ്റ്റാന അൽമാട്ടിയിലേക്കുള്ളത്. ഇപ്പോൾ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നിറങ്ങിയതും ടെർമിനൽ 3 ആണ്, ഇനി പോകാനുള്ളതും ടെർമിനൽ 3 തന്നെയാണ്. പക്ഷേ 7:30 ഇവിടെ എത്തിപ്പോവും. ഞങ്ങളുടെ ബാഗേജ് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 9 മണിയാവണം. അപ്പോൾ ആകെ ഈ നമ്മൾ എൻട്രി, അതായത് ബാഗേജ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള അകത്തേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാനോ നോക്കിയപ്പോൾ ആകെ 2 ചെറിയൊരു ഔട്ട്ലെറ്റേ കാണുന്നുള്ളൂ. ഒന്ന് കോസ്റ്റാ കോഫിയാണ്, പിന്നെ ഒന്ന് വേറൊരു സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വൽ. അതിൽ കോസ്റ്റാ കോഫിയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്മോൾ ബൈറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. ഇതിൽ ഈ ജംഗ്ലി ചിക്കൻ പനീനി ആക്ച്വലി നല്ലൊരു ഓപ്ഷനാണ്, ഞങ്ങളതാണ് വാങ്ങിയത്. ഹായ്, ദിസ് വൺ. പിന്നെ അഫോർഡബിളായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രിങ്ക്സ് ഓപ്ഷൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെൻഡിങ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് റേറ്റ് വരുന്നത്. ഫാൻറ്റ 100, ഈ ക്യാനെല്ലാം 100 റുപ്പീസാണ്. പിന്നെ ഏറ്റവും ചെറിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിൽ 70 റുപ്പീസാണ് കൊക്കക്കോള. പിന്നെ
കുടിവെള്ളത്തിന് 10 രൂപ. നമ്മളിപ്പോൾ ആട്ട് കാട്ട് ചെക്കൗട്ട് എടുക്കുമ്പോൾ UPI ഓപ്ഷൻ വരും. അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണം എന്നുണ്ടെങ്കിൽ 2 ഔട്ട്ലെറ്റേ ഉള്ളൂ. ഒന്ന് കോസ്റ്റ കോഫിയാണ്, ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ടെർമിനൽ 3 സെക്യൂരിറ്റി ചെക്കിന് മുമ്പുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ കോഫി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3rd വേവ് കോഫിയാണ് ഈ കാണുന്നത്. കോസ്റ്റ കോഫിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കത്തിയാണ്. ഞങ്ങൾ ആദ്യം ഇവിടെയാണ് വന്ന് നോക്കിയത്. റേറ്റ് കണ്ട് ഞങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ നോക്കിയതായിരുന്നു. ഹലോ, പലർക്കും സംശയമുള്ള കാര്യമാണ് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ഫ്ലൈറ്റിൽ ക്യാബിൻ ലഗേജ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതെന്നുള്ളത്. അപ്പോൾ ദീസ് ആൻഡ് സിമിലർ ആർട്ടിക്കിൾസ് ആർ നോട്ട് അലൗഡ് ബിയോണ്ട് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ സ്പൈസസ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഈറ്റബിൾസ്, ഇവിടെ കൊപ്ര അടക്കമുള്ള ഈ സംഭവങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ഇൻഫ്ലൈമബിൾ ആൻഡ് ഷാർപ്പ് ഒബ്ജക്ട്സിൽ വരുന്നതാണ്. ഈ വക ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല. ലിക്വിഡ് ആൻഡ് എബോ 100 ml, മുമ്പ് 150 ആയിരുന്നു തോന്നുന്നു. ഇപ്പോൾ 100 ml എബോ ഉള്ള ഒരു ഐറ്റംസും കയറ്റി വിടുന്നതല്ല. ആക്ച്വലി എയർപോർട്ടിൻ്റെ അകത്ത് മണി എക്സ്ചേഞ്ചിലപ്പോൾ എല്ലാം ഇപ്പോഴും നല്ല തിരക്കാണ്. അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് USD റേറ്റ് നമുക്ക് നോക്കാം. USD റേറ്റ് 93.79 ആണ്. ഒന്ന് ആലോചിക്കുക, 93.79 ആണ് USD റേറ്റ് ഈ എയർപോർട്ടിൻ്റെ അകത്ത്. 93.79 എന്ന് പറയുന്നത് വലിയ റേറ്റ് അല്ലേ. നമുക്ക് എക്സ്ചേഞ്ച് എപ്പോഴും നമ്മൾ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത് രവിപുരത്തുള്ള ഓറിയൻ്റ് എക്സ്ചേഞ്ചാണ്. ഓറിയൻ്റ് എക്സ്ചേഞ്ചിൽ എനിക്ക് അവരുടെ ഹാൻഡ്ലിംഗ് ഫീസ്, ഗവൺമെൻറ് ചാർജസ്, ടാക്സസ് എല്ലാം അടക്കം നോക്കുമ്പോൾ അത് 90.21 ആ ഒരു സംതിങ്ങിൻ്റെ അത്രയാണ് എനിക്ക് USD കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൻ്റെ അകത്തിന് വന്ന് ഈ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട. നമുക്ക് ഒട്ടും നമുക്ക് യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ആൾക്കാരൊക്കെ എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ തിരക്കായതുകൊണ്ട് തന്നെ ഈ ഓറിയൻ്റ് പോലുള്ള എക്സ്ചേഞ്ചിൽ നമ്മൾ ഡയറക്റ്റ് ചെല്ലണം. നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ പാൻ കാർഡ് തുടങ്ങിയ ഡോക്യുമെൻറ്റ്സ്, ടിക്കറ്റ്സ്, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണം. അങ്ങനത്തെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു ആലോചിച്ച് ഒരു $500 മാറുമ്പോൾ എത്ര രൂപയുടെ വ്യത്യാസം വന്നു എന്നുള്ളത് അതാണ്. ആക്ച്വലി ഇത് വേറെ മണി എക്സ്ചേഞ്ച് ആണ്. നമുക്ക് ഇവിടുത്തെ റേറ്റ് നോക്കാം. ഇവൻ എല്ലായിടത്തും ഒരേ റേറ്റ് തന്നെ ആയിരിക്കും. ബോർഡ് മാറുന്നില്ലല്ലോ. ഓക്കെ, 93.79. എൻ്റെ ഒരു റിലേറ്റീവ് കൊച്ചി ടു ദുബായ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ നമ്മൾ ഈ AM PM ആ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ പുള്ളിയുടെ ഫ്ലൈറ്റ് ആക്ച്വലി വെളുപ്പിന് 5 മണിക്കായിരുന്നു. പക്ഷേ പുള്ളി വൈകിട്ട് 5 മണിക്കാന്ന് വെച്ചാൽ എയർപോർട്ടിലെത്തി. പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളവിടെ നിന്നപ്പോൾ ഞങ്ങളവിടെ അന്വേഷിച്ച സംഭവമാണ് കൗണ്ടർ ഉണ്ടോ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ. കൗണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് എന്ന് പറയുന്നത് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആണ്. അവിടെ ഈ കൗണ്ടേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ അതെനിക്ക് ആ സമയമാണ് എനിക്കത് മനസ്സിലായത്. ഇപ്പോൾ ഇവിടെ ഡൽഹി എയർപോർട്ട് എത്തിയപ്പോൾ ഡൽഹി എയർപോർട്ടിൽ ഇവിടെ ഒരു നമുക്ക് എയർ ഇന്ത്യയുടെ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് നേരിട്ട് ടിക്കറ്റ് എടുക്കാം. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, സ്പൈസ്ജെറ്റ് ഇത് ഡൊമസ്റ്റിക്കും കൂടി ഉള്ളതുകൊണ്ട് നമുക്കിവിടെ വരും. പക്ഷേ കൊച്ചിൻ എയർപോർട്ടിൽ ഇതുപോലെ ഒരു കൗണ്ടറിൻ്റെ ഒരു സംഭവം ഇപ്പോൾ ഈ 2025 ഈ സമയത്തില്ല. ലോഞ്ചിൽ നല്ല തിരക്കായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയല്ലേ വരുള്ളൂ. നോക്കാം. ലൗഞ്ചിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ലൗഞ്ചിൻ്റെ തിരക്ക്. അറ്റത്തേക്ക് മാഡം. അങ്ങനെ അവസാനം ലോഞ്ചിൽ കയറി തിരക്കുണ്ടോ? ഇതുണ്ടോ? അതായത് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് ക്യൂ നിന്നിട്ടാണ് അകത്തേക്ക് കയറാൻ പോകുന്നത്. ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ലൗഞ്ചാണ്. നമ്മുടെ കൊച്ചി ലൗഞ്ചിലെ പോലെ ആൽക്കഹോളിക് ബീവറേജസിന് ഇങ്ങനെ 2 അങ്ങനെയുള്ളൊരു കണ്ടീഷനൊന്നുമല്ല. ഇവിടെ അൺലിമിറ്റഡ് ആണ്.
ഈ കാണുന്ന സെക്ഷൻ മുഴുവൻ പെയ്ഡാണ്, ഇതല്ല. ഈ കാണുന്ന സെക്ഷൻ ഇതാണ്. ഇതൊക്കെയാണ് ഫ്രീ ആയിട്ട് വരുന്നത്. ഇതാണ് ഇവിടുത്തെ തിരക്ക്. ഇരുപത് മിനിറ്റ് ക്യൂവിൽ നല്ല നിപ്പ് വന്നിട്ട് അകത്തേക്ക് കയറിയതാണ്. ഇവിടുത്തെ ഫുഡിൻ്റെ സ്പ്രെഡ് കാണാം നമുക്ക്. ആന്ധ്ര ചിക്കൻ കറി, അതാണ് നമ്മുടെ ഡൽഹി ഇൻ്റർനാഷണൽ ലൗഞ്ച്. നമ്മുടെ കൊച്ചി എയർപോർട്ട് ലോഞ്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രധാന വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ ലൈവ് കൗണ്ടേഴ്സിൽ ഒരു സെർവ് ചെയ്യുന്നത് പാസ്ത, വൈറ്റ് ആൻഡ് റെഡ് കളർ സോസ്. രണ്ടാമത്തെ കൗണ്ടറിൽ ഈ വീറ്റ് പൊറോട്ട, നമ്മുടെ കേരള സ്റ്റൈലിലെ മലബാർ പൊറോട്ട. ഫിർണി ചോക്ലേറ്റ് ബ്രൗണി, ബർഫി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. മൂങ് ദാൽ ഹൽവ. ഗേറ്റ് നമ്പർ 14. നാടൻ തട്ടം നടന്നോണ്ട് എത്തണല്ലേ, ഏറ്റവും അവസാനത്തെ ഗേറ്റ്. അങ്ങനെ അവസാനം 14-ലെത്തി. ലൗഞ്ചിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുത്തു ഇവിടെ ഈ 14-ലെത്താനായിട്ട്. ടമ്മേ. ഇതാണ് ഡിസ്പ്ലേ. എയർ സ്റ്റാൻഡേർഡ് ആമിന ടിക്കറ്റ് ഉണ്ട്. എന്തൊക്കെയുള്ളത്? എന്തൊക്കെയുണ്ട്? ബ്രഷ്, ഇയർബഡ്, മോയ്സ്ചറൈസർ, ടവൽ, സോക്സ്, ഐ മാസ്ക്, പെൻ. Unusual. യൂഷ്വൽ സംഭവമല്ല. അങ്ങനെ അൽമാട്ടിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇമിഗ്രേഷൻ പ്രോസസ്സ് എല്ലാം വളരെ സ്മൂത്താണ്. നമുക്ക്
ഇന്ത്യക്കാർക്ക് 14 ദിവസത്തെ ഫ്രീ എൻട്രി ആണ്. 14 ദിവസത്തിൻ്റെ മുകളിലേക്ക് കൂടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ വരുന്നു, ജസ്റ്റ് കസ്റ്റം ക്ലിയറൻസ് നമുക്ക് അപ്പോൾ തന്നെ സ്റ്റാമ്പ് ചെയ്ത് തരുന്നു. പിന്നെ നേരെ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി വരാം. അപ്പോൾ ഇവിടുത്തെ വൈഫൈ ഫ്രീ ആണ്. നമുക്ക് ഇന്ത്യൻ മൊബൈൽ നമ്പർ ആണെങ്കിൽ നമുക്കിവിടെ കണക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വൈഫൈ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ യാൻഡെക്സ് ഗോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എവിടേക്കാണോ പോകേണ്ടത് അതിൻ്റെ ടാക്സി ഫെയറും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ഒരു 5:30 മോർണിംഗ് 5:30 ഒക്കെ ആയിട്ടുള്ളൂ. ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടാക്സി നോക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കറൻസി. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് കറൻസി വന്ന് 10,000 ആണ്. പിന്നെ 5,000 ഉണ്ട്, ഇതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഐശ്വര്യമായി 6,000 രൂപ സിമ്മിന് കൊടുക്കുകയാണ്. താങ്ക് യു. $50 എക്സ്ചേഞ്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന എമൗണ്ട് കിട്ടിയത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അൽമാട്ടി എയർപോർട്ട് ഒരു ചെറിയ എയർപോർട്ടാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു കാഴ്ചയായിരിക്കും. അപ്പോൾ നേരെ ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. എക്സ്ചേഞ്ച് എന്നാണ് പേര്. ഞാൻ ഇവിടെ നിന്നാണ് കറൻസി എക്സ്ചേഞ്ച് ചെയ്തത്. ഒരു $50 എക്സ്ചേഞ്ച് ചെയ്തത്. നിലവിൽ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് 537 ആണ് $1 അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് 5G KSL എന്ന് പറയുന്ന ഒരു സിം കാർഡിനുള്ള കടയുണ്ട്. അപ്പോൾ $50 എക്സ്ചേഞ്ച് ചെയ്തു. $50 എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ 26,585 സംതിങ് എന്തോ കിട്ടി. അതിൽ നിന്ന് 6,000 ടെങ്കെ ഇവിടെ ഈ സിമ്മിനാണ്. ബാക്കിയുള്ള രണ്ടിടത്തും ഈ ടെലി ടു ഓൾട്ടൽ എന്ന് പറയുന്നതിനൊക്കെ 6,500 ആ റേഞ്ചാണ്. ഇതാണ് 5G KSL ആക്റ്റീവ് എന്നുള്ളതിനാണ് ഏറ്റവും കുറഞ്ഞത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 6,000. അപ്പോൾ 6,000 ടെങ്കെ തീർന്നു. അപ്പോൾ ഇനി നമുക്ക് ടാക്സി ബുക്ക് ചെയ്യണം. ടാക്സി ബുക്ക് ചെയ്യാനായിട്ട് സിം കാർഡ് നമ്പർ വേണം. ഇതാണ് അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ ഇവിടെ എത്തി. രസമാണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടാക്സി ആപ്പ് എന്ന് പറയുന്നത് യാൻഡെക്സ് ഗോയാണ്. അപ്പോൾ ഈ യാൻഡെക്സ് ഗോ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ 2 സ്റ്റെപ്പാണ്. ഒന്ന് നമ്മളുടെ ഇമെയിൽ വെരിഫിക്കേഷനും പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷനുമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നമ്പർ വെക്കാം, പക്ഷേ ടെക്സ്റ്റ് മെസ്സേജ് വരുന്നില്ല വെരിഫിക്കേഷന്. അപ്പോൾ ഇവിടുത്തെ സിം എടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ പുതിയ സിം ആയതുകൊണ്ട് ആ ടെക്സ്റ്റ് മെസ്സേജ് ഇവിടെയും വരുന്നില്ല. അപ്പോൾ അങ്ങനെ ആകെ പെട്ടു. അതായത് ഈ യാൻഡെക്സ് ഗോ ആപ്പിൽ നിന്ന് നമുക്ക് ടാക്സി വിളിച്ച് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ള എയർപോർട്ട് ടാക്സിയുടെ ആൾക്കാരുണ്ട്. അവർ പറയുന്ന കത്തി റേറ്റാണ്. അപ്പോൾ സിം എടുത്തെടുത്ത ആ ലേഡി നല്ല ലേഡി ആയിരുന്നു. പുള്ളിക്കാരിയോട് പറഞ്ഞ പുള്ളിക്കാരിയുടെ പേഴ്സണൽ മൊബൈലിൽ നിന്ന് ഞാൻ ഒരു യാൻഡെക്സ് ഗോ 2,000 ടെങ്കെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 320 ആ റേഞ്ചിലേക്ക് വരുള്ളൂ. അപ്പം അങ്ങനെ പുള്ളിക്കാരി ബുക്ക് ചെയ്ത് തന്നു. അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അവസാനം വണ്ടി വന്നു ഗോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മളുടെ സെൻട്രൽ ക്യാപ്സ്യൂൾ ഹോസ്റ്റൽ. ആക്ച്വലി ഇതാണ് നമ്മളുടെ ഡോം വരുന്നത്. ഇവിടുത്തെ 1,600 രൂപയാണ് 2 പേർക്ക്. അതായത് 2 പേർക്ക് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്രയും സ്ഥലമുള്ളൂ. ഇങ്ങനൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ ഇതൊക്കെ ഉള്ളൂ. ഹലോ ഹായ്. നമ്മുടെ സ്റ്റേയുടെ ഭാഗമായിട്ട് കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇത് ജാമാണ്, ബ്രെഡ്, കോഫി, ബട്ടർ. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് കിട്ടിയാൽ ഞങ്ങൾക്ക് 537 ആയിരുന്നു. ആക്ച്വലി യഥാർത്ഥ റേറ്റ് ആയിട്ടുള്ള 541.5 ഞങ്ങൾക്ക് ഇവിടുത്തെ എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കറൻസി ഒരു $100 ഇവിടെ നിന്ന് മാറാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് 541.50 541 അപ്പോൾ എല്ലാ നാട്ടിലെയും പോലെ തന്നെയാണ്. എയർപോർട്ടിൽ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്, എന്നാൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. നമ്മൾ എയർപോർട്ടിൽ നിന്ന് മാറ്റുമ്പോൾ നമുക്കൊരു ഒരു $100 മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 200 ഒക്കെയാണ് നമുക്ക് മാക്സിമം നമുക്ക് നഷ്ടം വരുള്ളൂ. 200 ഇന്ത്യൻ റുപ്പീസ്.
അപ്പോൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ നെറ്റിൽ നോക്കുമല്ലോ, നമ്മൾ എക്സി ആപ്പിലൊക്കെ നോക്കുന്ന അതേ റേറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതൊരു കൊള്ളാവുന്ന പരിപാടിയായിരുന്നു. ഇതുകൊണ്ടോ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും സെൻട്രൽ ഏഷ്യയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ സെൻട്രൽ ഏഷ്യ ഒരു വൈബ് തന്നെയാണ്. മൊത്തത്തിൽ സ്ഥലം കാണാനാണെങ്കിലും ഇവിടുത്തെ ട്രാഫിക് കൾച്ചർ അടിപൊളിയാണ്. ഒരു വണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തോരം ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കി. പിന്നെ 2 വീലേഴ്സ് അവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഒന്നും കണ്ടില്ല. പിന്നെ എല്ലാം നല്ല ഗാർഡൻ പോലെ ഒരു സോവിയറ്റ് കൾച്ചറാണ്. എനിക്ക് ഈ കൺട്രിയുടെ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അതിനൊക്കെ ഒരുപാട് വ്ളോഗ് വേറെ ഉണ്ട്. പക്ഷേ ഒരു ട്രിപ്പ് വരുമ്പോൾ നമുക്ക് ഫിനാൻസ്, അതായത് നമ്മളുടെ കാശ് മുടക്കുന്നത് എങ്ങനെ, എത്രയൊക്കെ വരും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, A to Z എല്ലാ കാര്യങ്ങളും, ഭക്ഷണത്തിന് എത്രയാവും, എന്തൊക്കെയാണ് ശരിക്കുള്ള ചിലവ്, പിന്നെ ഹിഡൻ ചാർജ്, പിന്നെ സ്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് വരും. നൈസാണ്, നല്ല വീതിയുള്ള റോഡുകളാണ്. 2 സൈഡും വണ്ടി പാർക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പിന്നെ വാക്ക് വേയും റോഡും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് നടന്നു പോകുന്നവർക്ക് വണ്ടിയുടെ ഹോൺ അടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ആളുകൾ ഹോൺ അടിക്കുന്നേ ഇല്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടോ, നല്ല കിടിലൻ ഡ്രൈവിംഗ് കൾച്ചറാണ് ഇവിടെ ഉള്ളവരുടെ. നൈസായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഷിബുദിം എന്തെങ്കിലും ഓട്ടോ ചാർന്ന് കണ്ടിട്ട് രസമുണ്ടല്ലോ. മെനു ഉണ്ട്. വാവ്, നൈസ്. എല്ലാം മനസ്സിലായി. എൻ്റെ മെനു മൊത്തം വേറെ ഏതോ ലാംഗ്വേജ് ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഇംഗ്ലീഷ് മെനുകളോടത്തല്ലോ നോക്കാമെന്ന് വിചാരിച്ചു. ഷാനോട് ഓർഡർ ചെയ്യാനുള്ള തിരക്കിലാണ്. ഇത് കുതിരയുടെ സോസേജ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ അകത്ത് കയറി ഇതിനകത്ത് മുഴുവൻ നോക്കി. ഫുള്ള് റഷ്യനിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു കണക്കിന് ഇതൊക്കെ കാണാതെ പിടിച്ച് കുറച്ച് കഴിയുമ്പോൾ ടെസ്റ്റൊക്കെ ഉണ്ടാവും. ബീഫ് combo. One burger. One. അൽമാണ്ടിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 1 ഹവറോളം ഡിലേ ആയിരുന്നു. അതിന് വെളുപ്പിന് 5 മണിക്കാണ് ഇവിടെ എത്തിയത്. 5 മണിക്ക് എത്തി. എമിഗ്രേഷനൊക്കെ വളരെ സ്മൂത്താണ്, വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ സ്റ്റാമ്പ് ചെയ്ത് വന്നു. പുറത്തേക്ക് ഇറങ്ങി ആദ്യം ചെയ്ത എക്സ്ചേഞ്ചാണ്. എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം, അതായത് 537, 541. അതാണ് 541 ശരിക്കുള്ള പ്രൈസ്. അത് നമുക്ക് ഔട്ട്സൈഡ് എയർപോർട്ട്, അതായത് സിറ്റി സെൻറ്ററിൽ നമുക്കിത് കിട്ടുള്ളൂ. എയർപോർട്ടിൽ 537 ആയിരുന്നു. ഒരു $50 അവിടെ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് റൂമിലേക്ക് എത്തണമല്ലോ. റൂമിലേക്ക് എത്തണം ഒരുപാട് പ്രൈവറ്റ് ടാക്സികളും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അവരുടെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ യാൻഡെക്സ് ഗോ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ആ ആപ്പ് ത്രൂ ആണ് നമ്മൾ ബുക്ക് ചെയ്ത് റൂമിലേക്ക് എത്തേണ്ടത്. പക്ഷേ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാൻഡെക്സ് ഗോ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ സിമ്മിൽ OTP വരണം. പക്ഷേ OTP ആ സമയത്ത് വരുന്നില്ല. പിന്നെ പുതിയ സിം എടുത്തു കഴിഞ്ഞപ്പോഴും OTP വരുന്നില്ല. അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സിം എടുത്ത അവിടുത്തെ ഒരു ലേഡി, ഞാൻ പറഞ്ഞില്ല എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ആ ലേഡി ഞങ്ങൾക്ക് യാൻഡെക്സ് ബുക്ക് ചെയ്ത് വന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ നമ്മൾ വെളുപ്പിനെത്തുമ്പോൾ ഓൾറെഡി 17-ാം തീയതി, ഇന്ന് ഇവിടെ 18-ാം തീയതിയാണ്. 17-ാം തീയതിയുടെ ബുക്കിംഗ് വെച്ചിട്ട് 18-ാം തീയതി ഏർലി മോർണിംഗ് എത്തും തുടങ്ങിയ കാര്യങ്ങളെല്ലാം വാട്സപ്പിലൂടെ അറിയിച്ചതാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ കാരണം ഇയാൾക്കത് മനസ്സിലായില്ല. ഞങ്ങളുടെ റൂം വേറെ ആർക്ക് കൊടുത്തു. അങ്ങനെ ആകെ ടയർഡായി.
ഉറങ്ങാൻ പോലും പറ്റാണ്ട് വെളുപ്പിന് 7 മണി ആ സമയം വരെ ഞങ്ങളവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗ്യത്തിന് 2 പേരും അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടി. അതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബങ്ക് ബെഡാണ്. ബങ്ക് ബെഡിൽ വേറെ നമുക്കൊന്നും ജസ്റ്റ് ഇരിക്കാനുള്ള സ്പേസ് പോലും ഇല്ല. ഒരു ദിവസം 1600 രൂപയുണ്ട്. ഇവിടുത്തെ സ്റ്റേ ഓപ്ഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഇതിൻ്റെ എക്സ്പെൻസീവ് സൈഡാണ് ഇവിടെ വരുന്നത്. നമുക്കൊരു റൂമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3000-4000 രൂപ ആ റേഞ്ചിലൊക്കെ വരും. നമുക്ക് കോമൺ ബാത്റൂം ഉള്ള റൂംസ് ആയിരിക്കും അവൈലബിൾ ആവുന്നത്. ഇനി പ്രൈവറ്റ് ബാത്റൂം ഉള്ള റൂം വേണമെന്നുണ്ടെങ്കിൽ അതൊരു ഒബ്വിയസ്ലി ഒരു 5000 ആ റേഞ്ചിലേക്ക് വരും. പിന്നെ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്പ്രിംഗ് സീസണാണ്. അങ്ങനെ ഒരു കണക്കിന് റൂം കിട്ടി, കിടന്നുറങ്ങി, പുറത്തേക്ക് ഇറങ്ങി. കുറച്ചും കൂടി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ കാണുന്ന എക്സിൽ കാണുന്ന അതേ റേറ്റ് ഞങ്ങൾക്ക് കിട്ടി. അത് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമല്ലോ. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു ഡൈനറിൽ വന്നിരിപ്പുണ്ട്. ഇനി ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കിനി കുറച്ച് കഴിയുമ്പോൾ അറിയാം. ഞങ്ങൾ ഇവിടുത്തെ കസാക്കിസ്ഥാനി ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വരുമ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. പിന്നെ ഒരു ബർഗറാണ്, ഇവരുടെ സ്റ്റൈൽ ഓഫ് ബർഗറാണെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനാണ്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനിൽ ഞാൻ യാൻഡെക്സിൻ്റെ തന്നെ മാപ്പുണ്ട്, യാൻഡെക്സ് മാപ്പ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ യാൻഡെക്സ് മാപ്പും ഗൂഗിൾ മാപ്പും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിലുള്ള സ്ഥലം നമ്മൾ ആ കോർഡിനേറ്റ്സ് വെച്ചിട്ട് വേണം യാൻഡെക്സിൽ നമ്മൾ പേസ്റ്റ് ചെയ്യാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകണം. നമ്മളിപ്പോൾ ഇവിടെ കൂടുതൽ അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ നമ്മളൊരു ഹോട്ടൽ ചെയ്തിരിക്കുന്നത് പോലെ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അവർ നമുക്ക് ജസ്റ്റ് അഡ്രസ്സ് അയച്ചു തരികയുള്ളൂ. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സ് ഞെക്കി പിടിച്ചത് കോപ്പി ചെയ്ത് ആ കോർഡിനേറ്റ്സ് പേസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ യാൻഡെക്സ് ഗോ എന്ന് പറഞ്ഞ ആപ്പിലൂടെ പോകാൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. എന്നാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ എത്താൻ പറ്റുള്ളൂ. അതാണ് ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മൾ സാധാരണ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതായത് ഇവരെല്ലാം യൂസ് ചെയ്യുന്നത്, അതായത് ഊബർ ആണെങ്കിലും ഓല ആണെങ്കിലും ഇപ്പോൾ ഗ്രാബ് ആണെങ്കിലും ഇവരൊക്കെ യൂസ് ചെയ്യുന്ന ഗൂഗിൾ മാപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഈ യാൻഡെക്സ് ഗോ എന്ന് പറയുന്ന ആ ഒരു ആപ്പ്, ട്രാൻസ്പോർട്ടേഷൻ്റെ ടാക്സി ആപ്പ്, അവർ യൂസ് ചെയ്യുന്നതല്ല. അങ്ങനെ ഒരു പ്രശ്നമാണ്. പക്ഷേ സോ ഫാർ സോ ഗുഡ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ആദ്യത്തെ ഭക്ഷണമാണ്. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്നത് അത് ബ്രെഡ് ജാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർ ഫസ്റ്റ് മീലാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ ഉണ്ടാവും നോക്കാം. നമ്മുടെ നാട്ടിൽ അതേ ബീഫ് ബർഗർ വിത്ത് ചീസ്, അത് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. കഴിക്കുന്നില്ലേ ബോഗി? കഴിച്ചു നോക്കിയിട്ട് എന്താണ് വ്യത്യാസം നോക്ക്. ഫ്രഞ്ച് ഫ്രൈസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? നൈസല്ലേ? അത് മുഴുവനുള്ളതുപോലെ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും, എന്നാൽ മുഴുവനും ഇല്ല. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. അതിൻ്റെ പ്ലേറ്റിങ്ങിൽ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു സ്റ്റൈല്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വെറൈറ്റിയാണ് സംഭവം. കാരണം സെൻട്രൽ ഏഷ്യ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മൊത്തത്തിലൊരു ഡിസിപ്ലിനുള്ളൊരു സൊസൈറ്റിയാണെന്ന് തോന്നുന്നു. ഒരു നടക്കുന്ന റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് അതൊക്കെ അങ്ങനെ നടക്കുന്നതിന് തന്നെ അങ്ങനെ കാര്യങ്ങൾ നോക്കാനുണ്ട്. വണ്ടി പോകുന്നത്, ട്രാഫിക്കിൻ്റെ അവരോട് ട്രാഫിക് സെൻസ് ഗംഭീരമാണ്. ബർഗർ ചുമ്മാ പൊളിയാണ്. ബീഫാണ്, പിന്നെ ഇവിടുത്തെ എന്തോ കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ഈ സോസ് നല്ല ടേസ്റ്റാണ്. ശരി, ഉപ്പ് മുമ്പിൽ ഉപ്പുണ്ട്, അതുപോലും നല്ല ടേസ്റ്റിയാണ് സംഭവം ഇവിടുത്തെ ഫുഡ്. ഏതായാലും ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഫുഡ് ടേസ്റ്റി ആയിട്ട് കിട്ടി. വേറെ സംഭവം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും ബീഫ് തന്നെയാണ്. അതൊന്നും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് നെക്സ്റ്റ് ഓർഡർ വന്നിരിക്കുന്നത്. ബീഫിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ബീഫ് ആൻഡ് ചീസ്. ഇത് ഫുള്ളാക്കാൻ പറ്റുമോ? ഫിനിഷ് ചെയ്യാൻ പറ്റുമോ? ആ റെസ്റ്റോറൻറ്റ് ബില്ലിനെ കുറിച്ച് പറയാം. പിന്നെ അത് 2600 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ആ ബീഫിൻ്റെ ബീഫ് ബർഗറാണ്. 2550 നമ്മൾ ആ ഒരു എൻ്റെ പേരെന്താണ്, പെന്നി അങ്ങനെ എന്തോ ഉണ്ടാക്കിയായിരുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ ആ കോംബോ 1450. എല്ലാം കൂടെ 6600 വന്നു. 6600 കൂടെ 10% ഇവർ സർവീസ് ടാക്സ് അല്ലെങ്കിൽ ടിപ്പ് അല്ലെങ്കിൽ സ്റ്റാഫ് കോൺട്രിബ്യൂഷൻ എന്തുവേണമെങ്കിലും പറയാം. അപ്പോൾ അങ്ങനെ വരുന്നത്. അങ്ങനെ മൊത്തം 7260 രൂപയാണ്. അപ്പോൾ എപ്പോഴും ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിന്നർ ആയിരിക്കും ഫസ്റ്റ് ടൈം തന്നെ. കാരണം നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് റെസ്റ്റോറൻറ്റിൽ ഏകദേശം എത്രയൊക്കെ ആവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ അൽമാറ്റി എന്ന് പറയുമ്പോൾ അത്ര വലിയ കൂടുതലൊന്നുമല്ല. ആ ഒരു ആംബിയൻസ്, ആ ഒരു ഡൈനിങ് ആംബിയൻസിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ സോ ഫാർ സോ ഗുഡ്. അപ്പോൾ ഇതാണ് നമുക്കൊരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ബില്ല് നമ്മളുടെ നാട്ടിലെ 1200 അടുത്തായി. ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ അടിപൊളിയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ബസ് ട്രൈ ചെയ്യണമല്ലോ. ഈ 18 നമ്പർ ബസ് കയറിയാൽ ഞങ്ങളുടെ ഹോട്ടലിൽ ചെന്നിറങ്ങാം.
ഞങ്ങൾ ആ ബസ്സിൽ കയറിയില്ലേ വൻ കോമഡി ആയിരുന്നു. ഇവിടെ ഒരു ഓണയെന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ട്. ആ കാർഡ് എടുത്താലാണ് ബസ്സിൽ കയറി നമുക്ക് ടാപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യമാണ്. അതല്ലാതെ കാശ് കൊടുക്കുന്ന ഡീലിംഗ് അവിടെ ഇല്ല. അപ്പോൾ വൺസ് ഈ ഓണേക്കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ടാപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇടപാടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും പറ്റില്ല. പിന്നെ എന്തോ ഓൺലൈൻ ഇടപാടുണ്ട്. അപ്പോൾ നമുക്കിവിടുത്തെ ബാങ്കിൻ്റെ ഒരു ഇതില്ലല്ലോ, ബാങ്കിൻ്റെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ബസ്സിൽ നല്ലവരായ അൽമാട്ടി നാട്ടുകാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അവർ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. അപ്പോൾ ഈ ഓരോ കാർഡ് അത് എത്രയും വേഗം എടുത്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, ഇവിടെ എവിടേക്ക് പോയാലും എവിടെ ചെന്നിറങ്ങിയാലും എല്ലാം ഒറ്റ പേയ്മെൻറ്റേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. നിസാര കാശൊന്നും ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഒരു 17 രൂപ 18 രൂപ അത്ര ഇല്ല, 13 രൂപ സംതിങ് എന്തോ ആണ്. അത്രേ വരുന്നുള്ളൂ. നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനാണ് ഈ ഓണേ കാർഡ് വരുന്നത്. അപ്പോൾ അൽമാട്ടി അല്ലെങ്കിൽ കസക്കിസ്ഥാൻ വരാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ ഓണേ കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട്, ഓണേ കാർഡ് കിട്ടുന്നത്. അത് ആദ്യം പോയി ആ കാർഡ് മേടിച്ചുകൊണ്ട് വെക്കുക. പിന്നെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ ചീപ്പാണ്. യാൻഡെക്സിൻ്റെ മാപ്പും പിന്നെ ഈ ഓണേ കാർഡും ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് ലഭിക്കും, ഒരുപാട്. ഞങ്ങളുടെ സെൻട്രൽ ക്യാപ്സ്യൂൾ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളൊരു വലിയ ഷോപ്പിംഗ് മോളാണ് ഈ കാണുന്ന മെഗാ പാർക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ടാഷ്കൻഡിലേക്കുള്ള ട്രെയിനിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറി ഫുഡ് മേടിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് ഉദ്ദേശമൊന്നുമില്ല. അങ്ങനെ അൽമാട്ടി 2 എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ അൽമാട്ടി ടു ടാഷ്കൻഡ് പോകുന്നത്. അവിടെ ആദ്യമായിട്ടാണ് ട്രെയിനിൽ ലാൻഡ് ബോർഡറൊക്കെ ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഇമിഗ്രേഷനൊക്കെ ആ രീതിയിലായിരിക്കും. നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ ഭാര്യയല്ല എന്നെ കൂട്ടാതെ പോകുന്നത്. കസക്കിസ്ഥാനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്കുള്ള ലാൻഡ് ബോർഡർ ക്രോസിംഗ് ട്രെയിനിലൂടെ നമുക്ക് എങ്ങനെയാണ് എമിഗ്രേഷൻ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. അൽമാട്ടി ഡേ 1 ഞങ്ങളുടെ എക്സ്പെൻസ് ആണ് ഈ കാണുന്നത്. നിങ്ങൾ കാണാത്ത ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പാക്ഡ് ഫുഡ് ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിരുന്നു. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പ്രസ്തുത ദിവസത്തിന്റെ ഡിന്നർ, പിന്നെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇതെല്ലാം പാക്ഡ് സാൻഡ്വിച്ച്, ബർഗർ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. 491 ഇന്ത്യൻ റുപ്പീസാണ് അതിനായത്. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാൻഡെക്സിന്റെ ഫെയർ ഓൾമോസ്റ്റ് 250 രൂപയായി. വാട്ടർ ബോട്ടിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വാങ്ങിയത്. ഒരു 3/4 ലിറ്ററിന്റെ ബോട്ടിലിന് ഞങ്ങൾക്ക് 115 രൂപയാണ്. അത് റെയിൽവേ സ്റ്റേഷന്റെ അകത്തുള്ള ആ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. കസാക്കിസ്ഥാൻ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ കാശ് സേവ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് എപ്പിസോഡ്സ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.